ബാങ്കിലുണ്ടായത് അവര് മുന്നേ തന്ന കാശ് അവർ തന്നില്ല, അവരെടുത്തു. രണ്ടാമത് വന്നത് കൊടുത്തവര്. പിന്നെ വന്ന കാശിന് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ രവീനെ വിളിച്ചത്. രവി എനിക്കൊരു സഹായം ചെയ്തേടാ, എനിക്ക് കണ്ണ് എവിടെങ്കിലും കൊണ്ടുപോയി എന്റെ കണ്ണെന്ന് കാണാനാണ്, എനിക്ക് മരിക്കുന്നവരെ കാണാനാ. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എന്ത് പണിയും ചെയ്തുതരാം ചേച്ചിക്ക് എന്ത് പണിയും ചെയ്തുതരാന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഇനി ഇതിന്റെ സന്തോഷം എനിക്ക് കണ്ണെന്ന് തെളിഞ്ഞു കിട്ടിയത് എനിക്ക് സന്തോഷം, ആശ്വാസം. ഇനി എനിക്കെൻ്റെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ നടത്തണം. മുപ്ലിയം അരോടി വീട്ടിൽ കല്യാണി എന്ന വയോധികയുടെ വാക്കുകളിലും മുഖത്തും ഇപ്പോൾ ആശ്വാസം അലയടിക്കുകയാണ്. 60 വയസ്സുവരെ ക്ഷേമനിധി ബോർഡിൽ കല്യാണി കൃത്യമായി തൻ്റെ അംശാദായം അടച്ചു പോന്നിരുന്നു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യത്തിനായി പണമടച്ചതിൻ്റെ എല്ലാ രേഖകളും ക്ഷേമനിധി ഓഫീസിൽ നൽകിയിരുന്നുവെങ്കിലും ആനുകൂല്യം ലഭ്യമായില്ല. ഇത് സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിൻ്റെ സഹായത്തോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കല്യാണിക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായ KG രവീന്ദ്രനാഥ് വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. പരാതി ബോധ്യപ്പെട്ട കമ്മീഷൻ ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുകയും ആനുകൂല്യം ഉടൻ നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് തുക സർക്കാർ അനുവദിച്ചതായും 30 ദിവസത്തിനകം 7500 രൂപ കല്യാണിയുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് അറിയിപ്പും ലഭിച്ചു. ഇരു കണ്ണുകൾക്കും തിമിരം ബാധിച്ച കല്യാണി തുക കയ്യിൽ കിട്ടിയാൽ ഉടൻ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ച വീണ്ടെടുക്കാനുള്ള സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആനുകൂല്യം സ്വീകരിക്കാൻ മാത്രമായി കല്യാണി തുടങ്ങിയ സ്വകാര്യ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ പണം എത്തിയപ്പോൾ മിനിമം ബാലൻസ് മാനദണ്ഡം പാലിച്ചില്ല എന്നതിൻ്റെ പേരിൽ മുഴുവൻ തുകയും ബാങ്ക് പിടിക്കുകയായിരുന്നു. ഇതോടെ സങ്കടത്തിലായ കല്യാണി വിവരം മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിനെ അറിയിച്ചു. കല്യാണിയുടെ നിസ്സഹായാവസ്ഥ സംബന്ധിച്ച് NCTV സംപ്രേഷണം ചെയ്ത വാർത്ത സഹിതം രവീന്ദ്രനാഥ് സ്വകാര്യ ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെ സമീപിക്കുകയായിരുന്നു. ക്ഷേമനിധിയിലെ കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ പൈസ ഇവരെ പേരിൽ സൗത്ത് ഇന്ത്യൻ്റെ ബ്രാഞ്ച് മുപ്ലിയത്തേക്ക് ഇവരെ അക്കൗണ്ടിലേക്ക് വന്നു. അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ഇവർക്ക് കിട്ടിയപ്പോൾ ഇവർ മുപ്ലിയത്ത് ബാങ്കിൽ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ അക്കൗണ്ടിൽ പൈസ കംപ്ലീറ്റ് പോയി, ക്യാൻസലായി. അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുന്നത്തെ അക്കൗണ്ട് ആവുക കാരണം കംപ്ലീറ്റ് പിടിച്ചു, സീറോ അക്കൗണ്ട് ആക്കണതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് അതിനുള്ള അറിവില്ലാത്തത് കാരണം അതൊന്നും ചെയ്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ വിവരം ഈ അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോൾ എനിക്കും വിഷമം. എന്ന് വെച്ചാൽ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ അമ്മയ്ക്ക് ഈ പൈസ കിട്ടിയത്. അവിടെ തന്നെ ഞാൻ തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ പോയി കംപ്ലയിൻ്റ് അതോറിറ്റി ആയിട്ട് സംസാരിച്ച് അവർക്ക് ഞാനൊരു പരാതി എഴുതി കൊടുത്ത്, ഈ അമ്മയുടെ പേരിൽ പരാതി എഴുതി കൊടുത്തു. കുറച്ച് വൈകിയാണെങ്കിലും ആ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അമ്മയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഇതോടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ബാങ്ക് അധികൃതർ അക്കൗണ്ടിലേക്ക് പണം തിരികെ നിക്ഷേപിച്ചതോടെയാണ് കല്യാണിക്ക് ആശ്വാസമായത്. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക ക്ഷേമനിധി ആനുകൂല്യത്തിന്റെ 2ാം ഗഡു കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കല്യാണി ചേച്ചി. ബാങ്ക് ഇടപാടുകളിലെ അവ്യക്തത മൂലം അർഹതപ്പെട്ട ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ ഇടപെടലും NCTV വാർത്തയും ഈ ആശ്വാസ വാർത്തയ്ക്ക് തുണയായത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 5-ന് പേരാമ്പ്രയിലുള്ള കൊട്ടാരം റെസിഡൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K. വാരിയർ, ജിയോ പോൾ, ജോസ് മൂത്തേടൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വിദ്യാഭ്യാസ അവാർഡ് ദാനം, സമ്മാന വിതരണം, സേവന പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവയും ചടങ്ങിൽ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത, സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, KO വർഗീസ്, ഷിബു ജോൺ എന്നിവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ സൈക്കിൾ റാലി നടത്തി ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ കുട്ടികൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് SPGയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പുതുക്കാട് SI ജെനിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീകല, പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ്, PTA പ്രസിഡന്റ് K. സന്തോഷ്, MPTA പ്രസിഡന്റ് ദീപ, MPTA അംഗങ്ങളായ രഞ്ജി, ചാന്ദിനി, പുതുക്കാട് CPO സുജിത്, SPG കൺവീനർ സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു.
കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും രൂപീകൃതമായിട്ടുണ്ട്. അതിൽ ആ പരിധിയിലുള്ള സ്റ്റേഷനിലെ പോലീസുകാരും SHO ഒക്കെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണത്. ഈ സ്കൂളിലെ UP സ്കൂൾ വരെ ഉള്ള കുട്ടികളാണ്. നമ്മുടെ ലഹരി വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവബോധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ സൈക്കിൾ റാലി നടത്തുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഈ ബോധം ഉണ്ടാവാൻ വേണ്ടിയാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മോഹനൻ തൊഴുക്കാട്ട്, അനു പനങ്കോടൻ, കൃഷി ഓഫീസർ ദീപ ജോണി എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അച്യുതാനന്ദന്റെ ചികിത്സ. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനാണ് ശ്രമം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകുന്നുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് VSനെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡി അറസ്റ്റിലായി. മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോയെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 2-ന് രാത്രി 8:30-ന് കോണത്തുകുന്ന് വെച്ച് പുത്തൻചിറ സ്വദേശി കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയും ആയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ മിൽജോയ്ക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുട സ്റ്റേഷനിലുമായി കേസുകളുണ്ട്. കൂടാതെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അടിപിടി കേസടക്കം 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ സഹദ്, KP രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കമൽ കൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഇന്ന് പവന് 440 രൂപയാണ് കുറഞ്ഞത്. 72,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 55 രൂപയാണ് കുറഞ്ഞത്. 9,050 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. രണ്ടാഴ്ചക്കിടെ 3,000 രൂപയിലധികം കുറഞ്ഞ ശേഷമാണ് മാസാദ്യം മുതൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. ഏകദേശം 5 ദിവസത്തിനിടെ 1,500 രൂപ വർദ്ധിച്ച ശേഷമാണ് വെള്ളിയാഴ്ചത്തെ ഇടിവ്. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടെത്തൽ.